السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുസീബത്തുകളും ബാധിക്കാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം, നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ, കടുത്ത രോഗങ്ങൾ തുടങ്ങി താങ്ങാനാവാത്ത ഒരുപാട് പ്രയാസങ്ങളിൽ പലതും അനുഭവിച്ച ആളുകളായിരിക്കും നിങ്ങൾ. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രയാസങ്ങളെല്ലാം തന്നെ നിസ്സാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഇതിനേക്കാളും വലിയൊരു പ്രയാസം നമുക്ക് കടന്നുപോയിട്ടുണ്ട്. അതോർക്കുവാനാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇദാ ഉസീബ അഹദുകും ബി മുസീബ, നിങ്ങളിൽ ഒരാൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, നിങ്ങൾ എൻ്റെ മരണമെന്ന മുസീബത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഫഇന്നഹ അഅ്ളമുൽ മസാഇബ്, കാരണം ദുരന്തങ്ങളിൽ ഏറ്റവും കടുത്തത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂട്ടത്തിലില്ല, അവിടുന്ന് വഫാത്തായി പോയി എന്നതിലപ്പുറം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാകുന്ന, ബുദ്ധിമുട്ടുകളാകുന്ന മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉപ്പ മരണപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ ഉമ്മ മരണപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ സഹോദരങ്ങളോ ഭാര്യയോ മക്കളോ മരണപ്പെടുന്നതിനേക്കാൾ നമുക്കേറെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ഹബീബായ, നമ്മുടെ സ്വന്തത്തെക്കാളും നമ്മെ ഏറെ ഇഷ്ടപ്പെടേണ്ടതായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ വിശദീകരണമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഖുർആനിലൂടെ വിവിധങ്ങളായ ആയത്തുകളിൽ അല്ലാഹു തആല അതിൻ്റെ സൂചനകൾ നൽകി എന്നുള്ളത് കാണാൻ സാധിക്കും. മക്കയിൽ ഉണ്ടാകുമ്പോൾ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, ഓ നബിയെ താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. സഹോദരങ്ങളെ, മക്കയിൽ അവതരിച്ച ഈ ആയത്തിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സ്വഹാബികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിയായ ഇഷ്ടം കാരണത്താൽ പിന്നീട് അത് മറന്നുപോയി എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വേളയിൽ ഒരുപാടിടങ്ങളിൽ സ്വഹാബികൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഇനി ഒരു വേള മറ്റൊരു ഹജ്ജിന് ഞാൻ ഉണ്ടാവുകയില്ല എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലഅല്ലി ലാ അറാകും ബഅദ ആമി ഹാദാ, നിങ്ങൾ എന്നിൽ നിന്നും ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം. ഖുദു അന്നി മനാസികകും, ഞാൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം. ലഅല്ലി ലാ അറാകും ബഅദ ആമി ഹാദാ, ഇതിനുശേഷം മറ്റൊരു വർഷം ഹജ്ജിനായി നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിനുശേഷം അത് ഹജ്ജത്തുൽ വദാ ആയിരുന്നു, വിടവാങ്ങുന്ന ഹജ്ജായിരുന്നു.
ആ ഖുതുബ വിടവാങ്ങുന്ന പ്രഭാഷണമായിരുന്നു എന്നുള്ളത് വഫാത്തിന് ശേഷമാണല്ലോ സ്വഹാബികൾ അതിനെ വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മഹാന്മാരായ സ്വഹാബികൾ പറയുന്നുണ്ട്, ഈ ഒരു പ്രസംഗത്തിന് ശേഷം, ഹജ്ജത്തുൽ വദാഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജീവിച്ചത് 81 ദിവസമാണ് എന്ന് കാണാൻ സാധിക്കും. ആ ഹജ്ജിന്റെ അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസങ്ങളിൽ ഒരു ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നസ്ർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും വിജയവും വന്നാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ പ്രവേശിക്കുന്നത് കണ്ടാൽ, നബിയെ വസബ്ബിഹ് ബിഹംദി റബ്ബിക്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ വാഴ്ത്തുക, വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പാപമോചനം തേടുക, ഇന്നഹു കാന തവ്വാബ, അങ്ങേയറ്റം പാപമോചനം നൽകുന്നവനായി അല്ലാഹുവിനെ നിനക്ക് കണ്ടെത്തിയേക്കാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉമർ ചോദിച്ചു, സ്വഹാബികളോട് ചോദിച്ചു, എന്താണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ സൂറത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, ഖാലു ഫത്ഹുൽ മദാഇനി വൽ ഖുസൂർ, പട്ടണങ്ങളും അതുപോലെ തന്നെ കൊട്ടാരങ്ങളും ജയിച്ചടക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാദാ തഖൂലു യാ ഇബ്നു അബ്ബാസ്, അബ്ബാസിന്റെ മകനെ നീ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അജലുൻ ഔ മസലുൻ ദുരിബ ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുഇയത് ലി നഫ്സിഹി, ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണ സഹിതം അവിടുത്തെ മരണത്തെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിൽ വസബ്ബിഹ് ബിഹംദി റബ്ബിക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് അവനെ പുകഴ്ത്തേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് ശേഷം, വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ സമയത്തും അല്ലാഹുവിന് ഇസ്തിഗ്ഫാറുകളും അതുപോലെ തന്നെ വാഴ്ത്തലുകളും തഹ്മീദുകളും വർദ്ധിപ്പിച്ചു എന്ന് കാണാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് അവിടുന്ന് എപ്പോഴും പറഞ്ഞിരുന്നു. അല്ലാഹുവിനെ വാഴ്ത്തുന്നതോടൊപ്പം അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, അല്ലാഹുവിനോട് പാപമോചനം തേടുകയും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അവിടുന്ന് റുകൂഇലും സുജൂദിലും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥന ഈ സൂറത്തിന് ശേഷം അവിടുന്ന് ആവർത്തിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുമെന്ന ഉറപ്പ് അവിടുന്ന് കിട്ടിയ മറ്റൊരു സംഭവം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഉണ്ടായിരുന്ന അവസാനത്തെ റമളാനിൽ, സാധാരണ റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവരെ ഇറക്കി കൊടുത്തിട്ടുള്ള വഹി മുഴുവൻ കേൾക്കുമായിരുന്നു. ഒരു തവണ അവിടുന്ന് കേൾക്കും. എന്നാൽ അവസാനത്തെ റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യം വരികയും 2 പ്രാവശ്യം ഖുർആൻ മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഓതി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. മരണവേളയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിച്ചുകൊണ്ട് രഹസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഇത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രഹസ്യം അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തില്ലെങ്കിലും പിന്നീട് അവർ വിശദീകരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, അസർ അലി അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് രഹസ്യം പറഞ്ഞു, ഇന്ന ജിബ്രീല കാന യുആരിദുനി ബിൽ ഖുർആനി കുല്ല സനഹ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വർഷവും ഒരു പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്നിട്ട് ഖുർആൻ പൂർണ്ണമായി ഓതി കേൾക്കുമായിരുന്നു. വഇന്നഹു ആറദനി അൽആം മറതൈൻ, ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ റമളാനിൽ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. വലാ ഉറാഹു ഇല്ലാ ഹദറ അജലി, എൻ്റെ മരണം അടുത്തായിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും ഞാൻ കരുതുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട ഉടനെ അവർക്ക് അറിയുവാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാം, എൻ്റെ അടുക്കലേക്ക് ഏറ്റവും ആദ്യം തിരികെ വരുന്നതും നീ ആയിരിക്കും എന്ന് പറയുകയാണ്. ശേഷം 6 മാസങ്ങൾക്ക് ശേഷം തന്നെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതും ചരിത്രത്തിലുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ സ്വഹാബികളെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നു ദഅവത്തിനു വേണ്ടി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. യമനിൽ അന്നേരം യഹൂദ നസ്രാണികൾ അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിനു വേണ്ടി യമനിലെ ഖാളിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനു വേണ്ടി പറഞ്ഞയക്കുകയാണ്. മുആദിനോട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്, മുആദേ, നസ്രാണികളെ വേദക്കാരുടെ അടുക്കലേക്കാണ് നീ പോകുന്നത്. ഫഅവ്വലു മാ തദ്ഉഹും ഇലൈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, അള്ളാഹു മാത്രമാണ് ഇബാദത്തിനർഹൻ എന്ന തൗഹീദിലേക്കാണ്. അവർ നിന്നെ അത് സ്വീകരിച്ചാൽ 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് അവർ നിന്നും സ്വീകരിച്ചാൽ ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് അവരിൽ നിന്നും സ്വീകരിച്ചാൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ശേഷം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ പരമപ്രധാനമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ മുആദിനോട് പറയുകയാണ്. മുആദ് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നടന്നുകൊണ്ട് മുആദിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, യാ മുആദ്, ഏ മുആദ്, ഇന്നക അസ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, നീ എന്നെ തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ അടുത്ത വർഷം എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി, നീ എൻ്റെ ഈ മസ്ജിദിന്റെയും എൻ്റെ ഖബറിനരികിലെയുമായിരിക്കും ഇനി നീ തിരിച്ചു വരുമ്പോൾ കടന്നു പോകുക, നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. ഇത് കേട്ട മുറക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ശക്തമായി കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആശ്വസിപ്പിച്ചു, മുആദ് ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ, മുആദേ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ തഖ്വയുള്ള ആളുകളാണ്. മൻ കാനു വഹീന കാനു, അത് ആളുകൾ എവിടെയായിരുന്നാലും ശരി, ഏത് സ്ഥലത്തായിരുന്നാലും ശരി, ആരായാലും ശരി, തഖ്വയുള്ളവരെല്ലാവരും തന്നെ എന്നോട് അടുത്തവർ തന്നെയാണ്. നീ ദൂരെ പോകുകയാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെ വിവിധങ്ങളായ ആയത്തുകളിലൂടെയും വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ, അവിടുത്തെ ജീവിതം അത് അവസാനിക്കുവാറായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റേതാ അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ എനിക്ക് വിളിയാളവുമായി വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബാണ്, അത് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം ലഭിക്കുക. 2 അഹ്ലു ബൈത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ച് ശക്തമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തുകയാണ്. മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുമ്പെങ്ങും നൽകാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഉപദേശങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകിയ ഒട്ടേറെ ഗൗരവത്തിലുള്ള ഉപദേശങ്ങളെല്ലാം മരണത്തിന് തൊട്ടുമുമ്പുള്ള സമയങ്ങളിലാണ് എന്ന് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു ഉപദേശമായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അഖ്രിജു യഹൂദ അഹ്ലിൽ ഹിജാസി വ അഹ്ലി നജ്റാൻ മിൻ ജസീറത്തിൽ അറബ്, ജസീറത്തുൽ അറബിൽ നിന്നും യഹൂദ നസ്രാണികളെ, വിശിഷ്യ നജ്റാനിലും ഹിജാസിലുമുള്ള നസ്രാണികളെ പറഞ്ഞയക്കണം. യഹൂദ നസ്രാണികളെ ഇവിടെ നിന്നും പറഞ്ഞയക്കേണ്ടതുണ്ട്. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന ശിറാറ അന്നാസിൽ ലദീന ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കളുടെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഖബറുകളെ അള്ളാഹുവിനുള്ള സുജൂദിന്റെ ഇടങ്ങളാക്കിയ, അള്ളാഹുവിനുള്ള ആരാധന കേന്ദ്രങ്ങളാക്കിയ ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നൽകിയ ഉപദേശങ്ങളിൽ പലതും വളരെ ഗൗരവത്തിൽ മുസ്ലിം ഉമ്മത്തിൽ വന്നു ഭവിക്കാവുന്ന ഗുരുതരമായ വ്യതിയാനങ്ങളെ കുറിച്ചുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിന്റെ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞ മറ്റൊരു വാക്ക്, ലഅനത്തുല്ലാഹി അലൽ യഹൂദ വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ശാപം, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അള്ളാഹുവിനുള്ള ആരാധന കേന്ദ്രമാക്കി തീർത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എത്ര വലിയ ദുൽമാണ് സഹോദരങ്ങളെ. അമ്പിയാക്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ് നാടുകളിലേക്ക് ദഅവത്തിന് വേണ്ടി ഇറങ്ങി അവർ വഫാത്തായതിനു ശേഷം ആ അമ്പിയാക്കളോട് തന്നെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും നടത്തുക എന്നതിനേക്കാളും ഗൗരവമുള്ള, അമ്പിയാക്കളെ നിന്ദിക്കുന്നതായ, അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള തിന്മയായി മറ്റെന്താണുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദ നസ്രാണികളെ കുറിച്ച് ഇങ്ങനെ താക്കീത് ചെയ്തത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അവിടുത്തെ മറ്റു ഭാര്യമാരും പറയുമായിരുന്നു, യുഹദ്ദിറു മാ സനഉ, അവിടുന്ന് ചെയ്ത ആ യഹൂദ നസ്രാണികളെ പ്രവർത്തികളെ കുറിച്ച് താക്കീത് ചെയ്യലാണ്, അല്ലാതെ കേവലം ഒരു ശാപത്തിന് വേണ്ടി പറഞ്ഞതല്ല, താക്കീത് ചെയ്യലാണ്. ഈ ഉമ്മത്തിനെ കുറിച്ച് താക്കീത് ചെയ്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മരണാസന്നമായി കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ രോഗവുമായി കിടക്കുന്ന വേളയിൽ ഇങ്ങനെ അൻസാരികൾ അവിടെ കൂടിയിരിക്കുന്ന കണ്ടു. മഹാനായ അബൂബക്കർ സിദ്ദീഖും അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഈ 2 ആളുകളും അതിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള അൻസാരികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കരയുന്നത്? അവർ പറഞ്ഞു, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ചു ദിവസം കാണാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു അൻസാരികൾക്ക്. ഇത് കേട്ടയുടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലേക്ക് കയറി കാര്യങ്ങൾ പറയുകയാണ്. അൻസാരികൾ വിഷമിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസത്തിലാണ്. പക്ഷെ അൻസാരികളോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബ് കാരണത്താൽ
ഒരു തുണിയെടുത്ത് തലയിൽ കെട്ടിക്കൊണ്ട് ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് പുറപ്പെട്ടു, മിമ്പറിലേക്ക് പ്രവേശിച്ചു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫസഇദൽ മിമ്പർ വലം യസ്അദ്ഹു ബഅദ ദാലിക്കൽ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അവസാനമായി ആ മിമ്പറിൽ കയറിയ ദിവസം അതായിരുന്നു. അതിനുശേഷം അവിടുന്ന് മിമ്പറിലേക്ക് കയറിയിട്ടില്ല. ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, അല്ലാഹുവിനെ സ്തുതിക്കുകയും ഹംദും സലാത്തും എല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഊസീകും ബിൽ അൻസാർ, സഹാബികളെ, നിങ്ങൾ അൻസാരികളുടെ കാര്യത്തിൽ ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഫഇന്നഹും കിർശി വഐബതി, അവരെന്റെ സ്വന്തക്കാരും ഉറ്റക്കാരുമാണ്. വഖദ് ഖളു അല്ലദി അലൈഹിം, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അൻസാരികൾ നമുക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട്. വബഖിയ അല്ലദി ലഹും, ഇനി അവരോടുള്ള കടപ്പാടുകളാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത്. ഫഖ്ബലു മിൻ മുഹ്സിനിഹിം, അവരുടെ നന്മകൾ നമ്മൾ സ്വീകരിക്കുക. വതജാവദു അൻ മുസീഹിം, അവർക്ക് വല്ല അബദ്ധങ്ങളും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ മിമ്പറിൽ വെച്ച് സഹോദരങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുന്ന് ഒരുപാട് പുകഴ്ത്തുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഇനി നേതാവായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്കിതാ ഒരു തിരഞ്ഞെടുപ്പ് അവകാശം നൽകിയിരിക്കുകയാണ്. ഒന്നുകിൽ അവന് ദുനിയാവ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്താണോ ഉള്ളത് അത് തിരഞ്ഞെടുക്കാം. ഫഖ്താറ ദാലിക്കൽ അബ്ദു മാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ ആ അടിമ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ എന്നാണ് പറഞ്ഞത്. സ്വഹാബികളെല്ലാം ഏതോ ഒരു അടിമയെ കുറിച്ചാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായി കരയാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുന്നത്, കാരണം ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് കാര്യങ്ങൾ സഹാബികൾ പിന്നീട് പറയുന്നതാണ്, എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സഹാബികൾ പിന്നീട് പറയുന്നുണ്ട്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാന അബൂബക്കർ അഅലമന, അബൂബക്കർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലേക്ക് ബാക്കിയാകാതെ പരലോകമാണ് തിരഞ്ഞെടുത്തത്. കാരണം ഏതൊരു നബിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുണ്ട്. റൂഹ് പിടിക്കാനായാൽ, മരണസമയത്തായാൽ ഇനിയും ജീവിക്കേണ്ടതുണ്ടോ, അതല്ല അല്ലാഹുവിലേക്ക് തിരികെ എത്താൻ ഒരുക്കമായോ എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ എത്താനുള്ള കാര്യമാണ് നൽകിയതെന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഹിജ്റ 11-ാം വർഷം സഫർ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. ശുഹദാ ഉഹദിൽ പോയി അവിടെ ഉഹദിന്റെ രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയ ഹംസ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം സലാം പറയുകയും അവർക്ക് വേണ്ടിയെല്ലാം അവിടെ ദുആ ചെയ്യുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസത്തിന്റെ ആദ്യത്തിൽ പോയി മടങ്ങിയത് കാണാൻ സാധിക്കും. പിന്നീട് സഫർ മാസത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖയിലേക്ക് പുറപ്പെടുകയാണ്. ബഖീഉൽ അർഖദ് എന്ന് പറയുന്ന മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനമുണ്ട്. അവിടേക്ക് ഒരുപാട് സ്വഹാബികൾ മരണപ്പെട്ട് അവിടെയാണ് ഖബറടക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ആരും കാണാതെ അവിടേക്ക് പുറപ്പെടുകയും ദീർഘനേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തത് കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, സ്വഹാബികൾ പറയുന്നത്, ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ മുഴുവൻ സഹാബികളോടും വിട പറഞ്ഞു പോകുന്നത് പോലെയാണ് തോന്നിയത്. കാരണം മരിച്ചുപോയ ആളുകൾക്കെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സലാം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ബഖീഉൽ അർഖദിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് മടങ്ങുന്ന വേളയിലാണ് അവിടുന്ന് ആദ്യമായി പ്രയാസം അനുഭവിച്ചു തുടങ്ങിയത്. അഥവാ രോഗത്തിന്റെ പ്രയാസം അനുഭവിച്ചു തുടങ്ങിയത് ആദ്യമായിട്ട് അവിടുന്നാണെന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് നേരെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ, അവിടുത്തെ ഭാര്യയുടെ, നമ്മുടെ ഉമ്മയുടെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശൈലിയിൽ 13 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും തന്റെ ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും പോകുകയാണ്. പക്ഷേ അവിടുന്ന് അവസാനം ഇഷ്ടപ്പെട്ടിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും അതേപോലെ തന്നെ മസ്ജിദുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുമായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിയാൻ ഉദ്ദേശിക്കുകയാണ്. ഭാര്യമാരോട് ചർച്ച ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം അനുസരിച്ച് അവരെല്ലാവരും തന്നെ ബാക്കിയുള്ള ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗമുള്ള ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നിന്നുകൊള്ളട്ടെ എന്ന് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മറദിഹി അല്ലദീ മാത ഫീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു രോഗത്തിലാണോ മരിച്ചു പോയിട്ടുള്ളത് ആ രോഗത്തിന്റെ വേളയിൽ പറയുമായിരുന്നു, യാ ആയിഷ മാ അസാലു അജ്ദു അലമ അത്അാമി അല്ലദീ അകൽതു ബി ഖൈബർ
ഖൈബറിൽ വെച്ച് ഒരു യഹൂദ സ്ത്രീ ചതിച്ചു കൊടുത്തിട്ടുള്ള വിഷം കലർത്തിയിട്ടുള്ള ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണത്തിന്റെ വേദന ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ വിഷം കാരണത്താൽ എന്റെ കണ്ടനാടിയെ അത് കീറി മുറിക്കുന്നതായി വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ ഖൈബറിലുള്ള സംഭവം കഴിഞ്ഞ് 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേദനയും സഹിച്ച് ജീവിച്ചിട്ടുണ്ട്. പിന്നീട് മരണപ്പെട്ടുള്ളത് ഈ ഒരു വിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിഷം കൊണ്ടാണെന്നുള്ളത് സ്വഹാബികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സത്യം ചെയ്തു പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഷഹീദാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചാണ് മരിച്ചതെങ്കിലും ഈ കാരണത്താൽ അവിടുന്ന് ഷഹീദാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുമായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്നത് 2 ആളുകളുടെ ചുമലിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ടാണ്. അവിടുത്തെ കാലുകൾ നിലത്തേക്ക് പതിപ്പിക്കാൻ സാധിക്കുന്നില്ല. വലിയ പ്രയാസത്തോടു കൂടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട്, വസിയത്തുകൾ നൽകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ കടുത്ത വേദനയുള്ള സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേൽ നിങ്ങൾ 7 പ്രാവശ്യം വെള്ളം കൊണ്ട് കോരി ഒഴിക്കുക, എനിക്ക് ആശ്വാസം ലഭിച്ച് എന്തെങ്കിലുമൊക്കെ വസിയത്ത് നൽകാൻ സാധിച്ചേക്കും, ജനങ്ങൾക്ക് വസിയത്ത് നൽകാൻ സാധിച്ചേക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല രോഗവും ബാധിച്ചാൽ മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്തുകൊണ്ട്, ഖുൽ അഊദു റബ്ബിൽ ഫലക്കും ഖുൽ അഊദു റബ്ബിൻ നാസും ഒക്കെ പാരായണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങളിൽ ഊതിക്കൊണ്ട് ശരീരം മുഴുവൻ തടവുമായിരുന്നു എന്നുള്ളതാണ്. അവസാന സമയത്ത് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്യാനുള്ള പ്രയാസം കാരണത്താൽ ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്തുള്ള ഷറഫാക്കപ്പെട്ട കരങ്ങളിലേക്ക് ഊതിക്കൊടുക്കുകയും ആ കരങ്ങൾ കൊണ്ട് തന്നെ ശരീരം തടവുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസഹനീയമായ വളരെ പ്രയാസമുള്ള വേദനയായിരുന്നു എന്നുള്ളത് അവിടത്തേക്ക് സന്ദർശിച്ച സ്വഹാബികൾ പിന്നീട് പറയുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവിച്ചതുപോലെ ഒരു വേദന ഒരു മനുഷ്യനും അനുഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുഅക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഞാൻ പ്രവേശിച്ചു. അവിടത്തേക്ക് കലശലായ വേദനയുണ്ടായിരുന്നു. ഫമസിസ്തുഹു ബിയദി ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നക തുഅകു വഖഅൻ ശദീദ. അല്ലാഹുവിന്റെ റസൂലേ, ആ റസൂലിനെ സ്പർശിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് കടുത്ത വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടുന്ന് മറുപടി പറഞ്ഞു, അജൽ, അതെ, ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ 2 ആളുകൾക്ക് ഉണ്ടാകുന്ന വേദന എനിക്കൊരാൾക്കുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അല്ലാഹു ആരെയാണോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള പ്രയാസവും കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടുതലായിരിക്കും എന്ന് അവിടുന്ന് പറഞ്ഞു. പിന്നീട് മുസ്ലിമീങ്ങൾക്ക് സന്തോഷ വാർത്ത പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യുസീബു അദാ മറദിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് രോഗം കാരണത്താലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ബാധിച്ചാൽ ഫമാ സിവാഹു ഇല്ലാ ഹത്തല്ലാഹു ലഹു സയ്യിആതിഹി കമാ തഹുത്തു ശജറതു വറഖഹ, ഒരു മരം ഇലപൊഴിക്കുമ്പോൾ എങ്ങനെയാണോ ഇല പൊഴിഞ്ഞു പോകുന്നത് അതുപോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒഴിവാക്കി കൊടുക്കും, മായ്ച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളപാത്രത്തിൽ അവിടുത്തെ കരങ്ങൾ മുക്കി വെച്ചുകൊണ്ട് അത് മുഖത്ത് തടവിക്കൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണവേദനയിൽ നിന്നും എന്നെ നീ സഹായിക്കണമേ, അതിന്റെ പ്രയാസം കുറച്ചു തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഇങ്ങനെ പ്രയാസമുള്ള സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത മസ്ജിദുൻ നബവിയിലുള്ള നിസ്കാരത്തെ കുറിച്ചായിരുന്നു. പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകളുടെ ചുമലിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരു മഗ്രിബ് നിസ്കാരത്തിന് അവിടെ എത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ജമാഅത്തായി നിസ്കരിച്ചത് മഗ്രിബ് നിസ്കാരമായിരുന്നു എന്ന് സ്വഹാബികൾ പറയുകയാണ്. ആ മഗ്രിബിന് അവിടുന്ന് സൂറത്തുൽ മുർസലാത്താണ് പാരായണം ചെയ്തത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇശാ മുതലുള്ള നിസ്കാരങ്ങൾ അവിടുന്ന് വരാൻ സാധിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം കൊണ്ട് ഉടനെ ബോധം കെട്ടുകൊണ്ട് പോകുകയാണ്. പിന്നീട് എഴുന്നേൽക്കുന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ജനങ്ങൾ നിസ്കരിച്ചു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ആളുകൾ താങ്കളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകി പുറപ്പെടാൻ പോകുമ്പോഴെല്ലാം ബോധരഹിതനായി വീണ്ടും വീണു പോകുകയാണ്. 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, മുറു അബൂ ബക്രിൻ അൻ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പറയുക എന്ന് പറഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങൾ സഹോദരങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ജമാഅത്തായി നിസ്കരിച്ചത്. പിറ്റേ ദിവസം സഹോദരങ്ങളെ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരത്തിനായി ഇതേപോലെ പ്രയാസപ്പെട്ട് മസ്ജിദിലേക്ക് എത്തുകയാണ്. അവിടുന്ന് പ്രയാസപ്പെട്ട് കാല് നിലത്ത് കുത്താൻ വയ്യാതെ മസ്ജിദിലേക്ക് എത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമിൽ നിന്ന് നിസ്കാരം ആരംഭിക്കാറായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മുറക്ക് അബൂബക്കർ സിദ്ദീഖ്
പുറകിലേക്ക് വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് അവിടെ തന്നെ നിന്നുകൊള്ളാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം പോയി അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു എന്ന് കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം മസ്ജിദിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടുന്ന് ആവർത്തിച്ച് അവസാന സമയങ്ങളിൽ ഓർമ്മപ്പെടുത്തിയത് അസ്സലാത്തു അസ്സലാത്ത് വമാ മലക്കത് ഐമാനുക്കും, നിസ്കാരത്തിന്റെ കാര്യം മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകൾ, ഭാര്യമാർ, ഇവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് വഫാത്തായത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കീഴിലുള്ള എല്ലാ അടിമകളെയും വെറുതെ മോചിപ്പിക്കുകയുണ്ടായി എന്ന് കാണാൻ സാധിക്കും. അവിടുത്തെ കയ്യിൽ ബാക്കിയുണ്ടായത് 7 സ്വർണ്ണ ദീനാറായിരുന്നു. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്ത് ഒന്നും കയ്യിൽ ബാക്കി വെച്ചില്ല. ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം സഹാബികൾക്ക് വെറുതെ നൽകുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ഒരു തിങ്കളാഴ്ച ദിവസം, റബീഉൽ അവ്വൽ 12 അന്ന് തിങ്കളാഴ്ച ദിവസം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന അബൂബക്കറിൻ കാന യുസല്ലി ലഹും ഫീ വജ്ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ തുവഫി ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആ സന്ദർഭങ്ങളിലുള്ള രോഗങ്ങളുടെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇമാം നിന്നിരുന്നത്. ഹത്താ ഇദാ കാന യൗമുൽ ഇസ്നൈൻ വഹും ഫീ സുഫൂഫിൻ ഫി സ്വലാത്ത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസമായപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ഇങ്ങനെ സ്വഹാബികൾ സഫ് കെട്ടി നിൽക്കുകയാണ്. ഫകശഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രൽ ഹുജ്റ യൻദുറു ഇലൈനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും ഹുജ്റയിൽ നിന്നും അവിടുന്ന് മറ നീക്കി കഴിഞ്ഞാൽ മസ്ജിദുൻ നബവി കാണാം, ജനങ്ങളെ കാണാം, നിസ്കരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കെ അവരെ ഇങ്ങനെ നോക്കുകയുണ്ടായി. സഹാബികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അവസാനമായി ജീവനോടെ കാണുന്നത് അപ്പോഴാണ്. അവരിൽ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അവിടുന്ന് നന്നായി ചിരിക്കുന്നുണ്ടായിരുന്നു, പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ മുഖം പ്രകാശപൂരിതമായിരുന്നു. അവിടുത്തെ മുഖം പൂർണ്ണ ചന്ദ്രനേക്കാൾ തിളങ്ങുന്ന അവസ്ഥയിലായിരുന്നു. എത്രത്തോളം നമ്മുടെ നിസ്കാരം നമ്മൾ കുഴപ്പത്തിലാക്കിയിരിക്കുമോ, സന്തോഷം കാരണത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്തോഷം കാരണത്താൽ നിസ്കാരം നമുക്ക് ബാത്തിലായി പോകുമോ എന്നുവരെ ഞങ്ങൾ ചിലർ പേടിച്ചു എന്നവർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോഗ്യവാനായി ചിരിക്കുന്ന രൂപത്തിലേക്ക് കണ്ടപ്പോൾ അവിടുന്ന് തിരിച്ചു വരികയാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പൂർത്തിയാക്കാൻ ആംഗ്യം കാണിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പ് പൂട്ടുകയും ചെയ്തു. വിരിപ്പ് അത് പൂർണ്ണമായി പൂട്ടുകയും ചെയ്തു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും മരണത്തിന് അതിന്റെ വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ചില റിവായത്തിൽ കാണാം, അവിടുന്ന് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഫിർ റഫീഖിൽ അഅ്ലാ, ഉന്നതരായ കൂട്ടുകാരുടെ അടുക്കലേക്ക് ഞാൻ പോകുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖ്. അള്ളാഹു എന്റെ പാപങ്ങൾ പുറത്തു തരണമേ, എനിക്ക് കാരുണ്യം നൽകണമേ. വഅൽഹിഖ്നി ബിർറഫീഖ്, ഉന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്ന് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ മുറിയിലുണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, ഇന്ന മിൻ നിഅമില്ലാഹി അലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. എനിക്കുള്ള ദിവസത്തിലാണ് അവിടുന്ന് വഫാത്തായത്. എൻ്റെ നെഞ്ചിൻ്റെയും മടിയുടെയും ഇടയിൽ അവിടുന്ന് തലവെച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത് എന്നവർ പറയുമായിരുന്നു. വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതി. മരണവേളയിൽ എൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സംഭവം സഹോദരങ്ങളെ അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരികയാണ്. അബ്ദുറഹ്മാനിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു, ദന്തശുദ്ധീകരണം നടത്താനുള്ള മിസ്വാക്ക് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, താങ്കൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അവിടുന്ന് സംസാരിച്ചിരുന്നില്ല പ്രയാസം കാരണത്താൽ. ആയിഷ റളിയല്ലാഹു അൻഹ അത് വാങ്ങിക്കൊടുക്കുകയുണ്ടായി. പക്ഷെ അത് പരുപരുത്തതായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, ഞാനത് നൈർമല്യമുള്ളതാക്കി തരട്ടെ, മാധവമുള്ളതാക്കി തരട്ടെ? അവർ ആംഗ്യം കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അതെടുത്തുകൊണ്ട് തൻ്റെ പല്ലുകൊണ്ട് അത് കടിച്ച് അത് മൃദുലമാക്കി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് തിരിച്ചു നൽകി. അവിടുന്ന് അങ്ങനെ അവസാനമായി ദന്ത ശുദ്ധീകരണം നടത്തുകയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള പാത്രത്തിൽ നിന്നും കൈമുക്കിക്കൊണ്ട് വെള്ളം അത് എടുത്തുകൊണ്ട് മുഖത്ത് നന്നായി തടവിക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സഖറാത്ത്, തീർച്ചയായും മരണത്തിന് അതിൻ്റെ വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് അവിടുന്ന് കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅ്ലാ, ഉന്നതരായ കൂട്ടുകാരുടെ അടുക്കലേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുകൊണ്ട് പിന്നീട് കരങ്ങൾ അത് താണുപോകുകയാണ്, അവിടുന്ന് വഫാത്താവുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അവിടത്തേക്ക് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളോ അതല്ലെങ്കിൽ ദൗർബല്യമോ സൗന്ദര്യക്കുറവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ താടിയിലും മുടിയിലുമായി ഏകദേശം 20 മുടികൾ മാത്രമാണ് നരച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് വഫാത്തായിട്ടുള്ളത് റബീഉൽ അവ്വൽ മാസം അതിൻ്റെ 12 ഒരു തിങ്കളാഴ്ച ദിവസമാണ് എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് ഇത് സഹിക്കാൻ സാധിച്ചിരുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണം തന്നെ അംഗീകരിച്ചിരുന്നില്ല. അവിടുന്ന് പറഞ്ഞത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ 40 ദിവസം പോയി തിരിച്ചു വരുന്നത് പോലെ തിരിച്ചു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തു വലിയ ബോധക്ഷയമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തേ ഇങ്ങനെ ബോധം കെട്ടുപോയത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും പറയുന്നുണ്ട്, എനിക്കും അതല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കുന്നില്ല. സ്വഹാബികളെല്ലാം തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിന് മുന്നിൽ സ്തബ്ധരായി നിൽക്കുകയാണ്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറയുന്നത് അവന്റെ കൈകാലുകൾ വെട്ടിക്കളയും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ പൂർണ്ണമായി നശിപ്പിക്കാതെ തുരത്തി കളയാതെ അവിടുന്ന് വഫാത്താവുകയില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് വീട്ടിലേക്ക് വരികയാണ്. ആളുകളെല്ലാം കൂടി നിൽക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകളോട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതച്ചിട്ടുള്ള ആ തുണി മുഖത്ത് നിന്ന് മാറ്റുകയും 2 കണ്ണുകൾക്കിടയിൽ അവിടുന്ന് ചുംബിക്കുകയും 2 കൈകൾ കൊണ്ട് ചെവിയുടെ ഭാഗത്ത് കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, താങ്കൾക്ക് ഇതിനേക്കാളും നല്ല ദിവസം ഇനി വരാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചു പുറത്തേക്ക് എത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചുകൊണ്ട് സനാ ചെയ്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പ്രഖ്യാപിക്കുകയാണ്, അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരാണോ മുഹമ്മദിനെ ആരാധിച്ചത്, ഇതാ മുഹമ്മദ് മരിച്ചു പോയിട്ടുണ്ട്. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത്, അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല, എന്നൊന്നും ജീവിക്കുന്നവനാണ് എന്ന് പറയുകയും, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, തീർച്ചയായും നബിയെ താങ്കൾ മരിക്കുന്നതാണ്, നിങ്ങളും മറ്റുള്ളവരും മരിക്കുന്നതാണ് തുടങ്ങിയ ആയത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഞാൻ അപ്പോൾ ഇറങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അപ്പോൾ ഇറങ്ങിയതുപോലെ അവിടത്തേക്ക് തോന്നുകയാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനേക്കാൾ നല്ലതും പ്രകാശപൂരിതവുമായ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. എന്നാൽ അവിടുന്ന് വഫാത്തായ ദിവസം പോലെ മദീന ഇരുട്ടിലായി പോയ സങ്കടകരമായ അവസ്ഥയിൽ എത്തിപ്പോയ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ സ്വഹാബികൾക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേദനകളും അവരുടെ പ്രയാസങ്ങളും അവർ അതിനോട് പ്രതികരിച്ച രീതിയുമെല്ലാം നമുക്ക് ഹദീസിന്റെയും ചരിത്രത്തിന്റെയും താളുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്വഹാബികൾക്ക് റസൂലിന്റെ വിയോഗം ഒരിക്കലും സഹിക്കാൻ സാധിച്ചിരുന്നില്ല. നോക്കൂ സഹോദരങ്ങളെ, നമ്മളെക്കാൾ എത്രയോ മടങ്ങ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരായിരുന്നു സ്വഹാബാക്കൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. എന്നാൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും സ്നേഹമില്ല, ഞങ്ങൾക്കാണ് അതിനേക്കാൾ സ്നേഹമുള്ളത് എന്ന രൂപത്തിലാണ് ആളുകൾ പലരും ഇന്ന് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുവേണ്ടി അവർ വർഷാവർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ റബീഉൽ അവ്വൽ 12 ദിവസം, അന്ന് അവിടുന്ന് ജനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന് 8ഓളം അഭിപ്രായങ്ങളുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള ആ ദിവസത്തിൽ റോഡ് നീളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള സംഗീതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അകമ്പടിയോടുകൂടി റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇസ്ലാമിൽ ജന്മദിനം എന്ന് പറയുന്ന ആഘോഷമില്ല. ഇസ്ലാമിൽ
2 പെരുന്നാളുകളല്ലാതെ മറ്റൊരാഘോഷമില്ല. എന്നിട്ടും ഈ കടുത്ത ബിദ്അത്ത് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, ഏതൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, ആ തൗഹീദിന് നിരക്കാത്ത രൂപത്തിൽ റസൂലിനോട് തന്നെ പ്രാർത്ഥിച്ചും സഹായം തേടിയും അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയും കടുത്ത ശിർക്ക് ചെയ്തുകൊണ്ടുള്ള മാല മൗലൂദുകൾ പാരായണം ചെയ്തുകൊണ്ട് റസൂൽ വഫാത്തായ ആ ദിവസം, മദീന ഇരുട്ടിലായി പോയ ദിവസം സന്തോഷിക്കുകയും ആർപ്പ് വിളിക്കുകയും, സഹോദരങ്ങളെ, റസൂലുള്ളാഹ് വിലക്കിയിട്ടുള്ള, അങ്ങേയറ്റം വിലക്കിയിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? ഇത്രയും സ്നേഹമുള്ള സഹാബികൾ ആഘോഷിക്കാത്ത, ഇത്രയും സ്നേഹമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ആഘോഷിക്കാത്ത, ഇത്രയും സ്നേഹമുള്ള അയിമ്മത്തുകൾ ആരും ആഘോഷിക്കാത്ത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ മുഴുവൻ പണയം കൊടുത്ത, അതിനുവേണ്ടി രക്തം ഛർദ്ദിച്ചും അതിനുവേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചും ശരീരത്തെ മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയ മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, ഇവർക്കാർക്കുമില്ലാത്ത സ്നേഹം പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ, അവിടുത്തെ ഭാര്യമാരെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുന്ന, അവർ ഏറ്റവും മോശപ്പെട്ടവരാണ് എന്ന് ഈ ദിവസങ്ങളിൽ പോലും പറയുന്ന ഈ ഷിയാക്കൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഉബൈദിയാക്കൾ പോലെയുള്ള ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ആഘോഷമാണ് സഹോദരങ്ങളെ ഇന്ന് പലരും നബിയോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ വിരോധാഭാസമാണ്! ലോകം മുഴുവൻ ഇത് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിന്റെ പേരിലുണ്ട് എന്നുള്ളത് കൊണ്ട് പലരും ഇതിൽ വഞ്ചിതരായിരിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ ഒരു കാര്യവും ഞാൻ ബാക്കി വെച്ചിട്ടില്ല എന്നാണ്. നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതായ ഒരു കാര്യവും ഞാൻ താക്കീത് ചെയ്യാതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി പറഞ്ഞു തന്ന ദീനിലില്ലാത്ത ഒരു ഇബാദത്ത് ഉണ്ടാക്കുകയും ആ ഇബാദത്തുകൾ വർഷാവർഷം ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ നിന്നും കൂടുതൽ മോശപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഈ ആളുകൾ തിരിച്ചറിയുന്നില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസത്തിലാണ് അവിടുത്തെ നിന്ദിക്കും വിധം ഈ ആഘോഷങ്ങളും പ്രകടനങ്ങളും ഘോഷയാത്രകളും നടത്തുന്നത് എന്നുള്ളത് പലരും തിരിച്ചറിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖബറിടം വിശാലമാക്കി നൽകുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.